കഥയെ ആരംഭിക്കുന്നത് മൃഗങ്ങളെ പിടിക്കുന്ന ഒരു സംഘത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവരൊരു സൂവിലേക്ക് കടന്നുകയറി ഒരു സിംഹക്കുട്ടിയെ പിടികൂടി അതിനെ കടത്തിക്കൊണ്ടുപോവാൻ ആരംഭിച്ചു. എയ്റോപ്ലെയിനിൽ കയറ്റിക്കൊണ്ട് അതിനെ കടത്തിക്കൊണ്ടുപോകലായിരുന്നു ആ കടത്തലുകാരുടെ ലക്ഷ്യം. കഥയവിടെ നിന്നും മറ്റൊരു പെൺകുട്ടിയിലേക്ക് തിരിയുന്നു. 25 വയസ്സുകാരി എൽമ ഒരു പിയാനിസ്റ്റ് ആവണം എന്ന ആഗ്രഹത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ. കൂട്ടത്തിൽ ആളൊരു അനിമൽ ലവറുമാണ്. അങ്ങനെയിരിക്കെ പഠനകാലയളവിലെ വെക്കേഷനിൽ അവൾ ഒരു ഐലൻഡിലേക്ക് പുറപ്പെടുകയാണ്. അവളുടെ മുത്തച്ഛന്റെ ഉടമസ്ഥതയിലുള്ള ഐലൻഡ് ആയിരുന്നു അത്. കാലശേഷം അവൾക്ക് വന്നു ചേർന്നതാണത്. അവളുടെ മുത്തച്ഛൻ മരണപ്പെട്ടിരുന്നു. അവളുടെ മുത്തച്ഛൻ കുട്ടിക്കാലത്ത് അവളെ അഡോപ്റ്റ് ചെയ്തതായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ അവളെ അവിടുത്തെ അവളുടെ ഇപ്പോഴത്തെ ഗാർഡിയനും അങ്കിളും കൂടിയായ ജോ സ്വാഗതം ചെയ്തു. ആ ഐലൻഡിൽ അവൾക്കായി മനോഹരമായൊരു ഭവനമുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അവൾ എത്തിച്ചേർന്നു. അന്ന് രാത്രി ഇരുന്ന് മുത്തച്ഛൻ തനിക്കായി റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോസ് അവൾ കാണുകയായിരുന്നു. വീഡിയോസിൽ 3 കൊല്ലം മുമ്പ് ഐലൻഡിലെത്തിയ സ്നോ എന്ന പേരുള്ള ഒരു ചെന്നായിയെ പറ്റിയും അതുമായി താൻ സൗഹൃദത്തിലായ കാര്യവുമൊക്കെ മുത്തച്ഛൻ വിശദീകരിച്ചു. സ്നോയെ അവളോട് കണ്ടെത്താനും മുത്തച്ഛൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിലാണ് അത് സംഭവിച്ചത്. സിംഹക്കുട്ടിയുമായി കടന്നു പോവുകയായിരുന്ന ആ വിമാനമുണ്ടല്ലോ, അത് മോശം കാലാവസ്ഥ കൊണ്ട് ആ ഐലൻഡിൽ തകർന്നു വീണു. വലിയ ശബ്ദം എൽമ കേട്ടിരുന്നു. എൽമ പുറത്തേക്കിറങ്ങി നോക്കിയെങ്കിലും രാത്രി ആയതുകൊണ്ടും ഐലൻഡ് കുറച്ച് വലുതായതുകൊണ്ടും പുറത്തിറങ്ങാൻ ഭയന്ന് അവൾ വീട്ടിൽ തന്നെ തുടർന്നു. അടുത്ത ദിവസമാണ് ചാൾസ് എന്നും മേലി എന്നും പേരുള്ള 2 സയന്റിസ്റ്റുകൾ ആ ഐലൻഡിലേക്ക് എത്തുന്നത്. അവിടെയുള്ള സ്നോയെ പറ്റി അവർക്ക് വിവരമുണ്ടായിരുന്നു. കൂടുതൽ ബുദ്ധിയുള്ള സ്നോയെ പിടികൂടി അതിനെ കൂടുതൽ ബ്രീഡ് ചെയ്യണം എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അവർക്കിരുവർക്കും ഒരു വോൾഫ് പാർക്ക് ഉണ്ട്. സ്നോയെ പിടികൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അവർ പദ്ധതിയിട്ടു. അതിനുവേണ്ടി കെണികൾ ഒരുക്കി. അങ്ങനെ അധികം വൈകാതെ അവർ വെച്ച കെണിയിൽ സ്നോ വന്നു വീഴുന്നുണ്ട്. പക്ഷേ ഇന്റലിജന്റ് ആയ സ്നോ അതിൽ നിന്ന് പുറത്തു ചാടി. പിന്നാലെ അവൾ അവിടുത്തെ നദി മുഴുവൻ നീന്തി മറുകരയിലെത്തി. അവിടെ മുമ്പോട്ടേക്ക് നടന്നപ്പോൾ സ്നോ നേരെ ചെന്നുപെട്ടത് എൽമയുടെ മുമ്പിലായിരുന്നു. സ്നോയെ ആദ്യം കണ്ട് എൽമ ഒന്ന് ഭയന്നെങ്കിലും വീഡിയോയിൽ മുത്തശ്ശൻ പറഞ്ഞ സ്നോ എന്ന ചെന്നായി ഫ്രണ്ട്ലിയാണല്ലോ എന്ന് ചിന്തിച്ച് അവൾ ധൈര്യത്തോടെ അടുത്തു ചെന്നു. സ്നോയുടെ ശരീരത്തിൽ നേരത്തെ കുടുങ്ങിയ നെട്രാപ്പിന്റെ ഭാഗമുണ്ടായിരുന്നു. എൽമ അതിൽ നിന്ന് സ്നോയെ മോചിപ്പിച്ചു. വൈകാതെ അവൾ പ്ലെയിൻ തകർന്നു വീണിടത്തേക്ക് എത്തുകയാണ്. അവിടെത്തി അവളെ കാത്ത് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. പ്ലെയിൻ തകർന്നു വീണപ്പോ സിംഹക്കുഞ്ഞ് വീണത് അവിടുണ്ടായിരുന്ന ഒരു പക്ഷിക്കൂടിലേക്കായിരുന്നു. താഴേക്ക് വീണ അവൻ വന്നു പെട്ടതോ എൽമയുടെ കൈകളിലും. ഭയന്നിരുന്ന ആ സിംഹക്കുട്ടിയെ കണ്ടതും എൽമയ്ക്ക് അതിനോട് സഹതാപം തോന്നി. എൽമ അതുമായി വീട്ടിലേക്ക് പോന്നു. ഈ സമയം സ്നോയും തന്റെ കുട്ടിയുമായി അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. എൽമയുടെ വീട്ടിൽ അതോടെ 3 വന്യമൃഗങ്ങൾ എത്തിയിരിക്കുന്നു. ആ കാര്യത്തിൽ എൽമയ്ക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നിയപ്പോ അങ്കിളിനെ വിളിച്ച് മൃഗങ്ങളുടെ കാര്യം എൽമ കാണിച്ചു കൊടുത്തു. അവരെ അതോറിറ്റീസിന് കൈമാറുന്നതാകും നല്ലത് എന്നായിരുന്നു അങ്കിൾ പറഞ്ഞത്. പോരാത്തതിന് കുറച്ച് പാർക്ക് റേഞ്ചേഴ്സ് വരുമെന്നും സിംഹത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി, സിംഹം എങ്ങനെ അവിടെ വന്നു എന്നതിനെ പറ്റിയൊക്കെ അവർക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാകും എന്ന് അങ്കിൾ പറഞ്ഞു. വൈകാതെ റേഞ്ചേഴ്സും എത്തി. പക്ഷേ ആ മൃഗങ്ങളെ അവരുടെ ഒപ്പം പറഞ്ഞയച്ചാൽ അവരെ സൂവിലൊക്കെ മാറ്റുമെന്നും അവിടെ വെച്ച് ആ മൃഗക്കുട്ടികൾ കൂടുതൽ ക്രൂരത അനുഭവിക്കേണ്ടി വരും എന്ന തരത്തിലും എൽമ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സംരക്ഷണത്തിലുള്ള ആ മൃഗങ്ങളെ സംരക്ഷിക്കാൻ എൽമ തീരുമാനിച്ചു. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ എൽമ ആ റേഞ്ചേഴ്സിൽ നിന്നും മറച്ചുവെച്ചു. അന്ന് വീട്ടിലേക്ക് തിരികെ എത്തിയ എൽമയെ കാത്ത് ഒരു സർപ്രൈസിംഗ് കാഴ്ചയുണ്ടായിരുന്നു. സ്നോ തന്നെ സ്നോയുടെ ചെറിയ ചെന്നായക്കുട്ടിയെയും അതേസമയം സിംഹക്കുട്ടിയെയും ഒരുപോലെ മുല കൊടുത്ത് ഫീഡ് ചെയ്യുന്നു. എൽമയ്ക്ക് ആശ്വാസം തോന്നി. ഇനിയിപ്പോ അവൾക്ക് കുട്ടികളുടെ കാര്യം നോക്കണ്ടല്ലോ, അത് സ്നോ നോക്കിക്കോളും. എൽമ 2 കുട്ടികൾക്കും പേരിട്ടു. ചെന്നായക്കുട്ടിക്ക് മൊസാർട്ട് എന്നും സിംഹക്കുട്ടിക്ക് ഡ്രീമർ എന്നുമായിരുന്നു അവൾ പേരിട്ടത്. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മൊസാർട്ടും ഡ്രീമറും അടുത്ത സുഹൃത്തുക്കളായി ഒന്നിച്ചു വളർന്നു വന്നു. എൽമയും അവരെ തന്റെ മക്കളെപ്പോലെ സ്നേഹിച്ചിരുന്നു. മറുവശത്ത് അങ്കിളിൽ നിന്ന് എൽമ കാര്യങ്ങൾ മറച്ചുവെക്കുകയും ചെയ്തു. ആ മൃഗങ്ങളൊക്കെ എൽമയുടെ കൂടെയുണ്ടെന്ന കാര്യം അങ്കിളിനെപ്പോഴും അറിവുണ്ടായിരുന്നില്ല. പതിയെ പതിയെ ആ മൃഗക്കുട്ടികൾ വളർന്നു വന്നു. എൽമ അവരുമായി സൗഹൃദത്തിലായി. ഇടയ്ക്കൊക്കെ അവരെയും കൂട്ടിക്കൊണ്ട് കാടിനുള്ളിലൂടെ എൽമ ഒരു വോക്കിനൊക്കെ പോവും. അങ്ങനെ എൽമ കാടിനകത്തുകൂടെ സഞ്ചരിച്ച് നദിയുടെ മറുകരയിലുള്ള തനിക്കേറെ ഇഷ്ടപ്പെട്ട പണ്ട് മുത്തച്ഛനൊപ്പം എപ്പോഴും പോവുമായിരുന്ന ചെറിയൊരു വീട്ടിലേക്ക് അവൾ എത്തി. അവിടെ വെച്ചിട്ടായിരുന്നു അവൾ അവളുടെ പിയാനോ പഠിത്തമൊക്കെ ആരംഭിച്ചത്. അങ്ങനെ നാളുകൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എൽമയ്ക്കൊരു മ്യൂസിക്കൽ ഓഡീഷനിൽ പങ്കെടുക്കാൻ പുറത്തേക്ക് പോവേണ്ടി വന്നത്. 2 ദിവസം വീട്ടിൽ നിന്നും മാറി നിൽക്കണമായിരുന്നു. ആ സമയത്താണ് വോൾഫ് റേഞ്ചേഴ്സ് അതേ ഐലൻഡിലേക്ക് വീണ്ടും എത്തുന്നത്. സ്നോയെ പിടികൂടുകയായിരുന്നു അവരുടെ അപ്പോഴത്തെ ലക്ഷ്യം. ഇത്തവണ ഐലൻഡിലെത്തിയവർ സ്നോയെ പിടികൂടി സ്നോയെ അവിടെ നിന്ന് കൊണ്ടുപോയി. ഇതേസമയം മറുവശത്ത് ഓഡിഷനിൽ എൽമ സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു. അവൾക്ക് ഒരേ സമയം സന്തോഷവും ഒപ്പം ദുഃഖവും തോന്നി. അങ്ങനെ ഓർക്കസ്ട്രയുടെ ഭാഗമായി ഡ്രീം ജോബ് തേടി പോകണമെങ്കിൽ അവൾക്ക് തന്റെ മൃഗങ്ങളെ ഉപേക്ഷിക്കണമായിരുന്നു.
അവൾ സങ്കടത്തിൽ കുടുങ്ങിക്കിടന്നു. പക്ഷെ അവൾ വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോ വീടിന്റെ അവസ്ഥ കണ്ട് ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. മൊസാർട്ടും ഡ്രീമറും ചേർന്ന് വീടാകെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നു. കാര്യമെന്തെന്നാൽ വിശന്നിട്ട് ഭക്ഷണം തിരഞ്ഞാണ് മൊസാർട്ടും ഡ്രീമറും അത്തരത്തിൽ വീട് അലങ്കോലമാക്കിയിരുന്നത്. കാര്യം മനസ്സിലാക്കിയതും എൽമ അവർക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു. സ്നോയെ മുഴുവൻ ആ ദ്വീപിൽ എൽമ അന്വേഷിച്ചെങ്കിലും സ്നോയെ കണ്ടുകിട്ടിയില്ല. അതോടെ സ്നോയ്ക്കും മൊസാർട്ടിനും ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം എൽമയുടെ തലയിലെത്തി. അവരെ സംരക്ഷിക്കേണ്ടതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ പുതിയ അവസരം ഉപേക്ഷിക്കേണ്ട അവസ്ഥ എൽമയ്ക്ക് വന്നു. ഓഡീഷനിൽ വിജയിച്ചു കിട്ടിയ ജോലി വേണ്ടെന്ന് എൽമ വെക്കുകയായിരുന്നു. എൽമ തന്റെ പ്രിയപ്പെട്ട ആ കുട്ടികളെ നോക്കി വളർത്താൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം അങ്കിള് വീട്ടിലേക്ക് വരുന്നത്. അവിടെ ആ മൃഗങ്ങളെ കണ്ട് അങ്കിള് വല്ലാതെ എൽമയോട് ദേഷ്യപ്പെട്ടു. എത്രയും വേഗം അതിറ്റങ്ങളെ സൂവിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. എൽമ പക്ഷേ അങ്കിളിനോട് അപേക്ഷിച്ചു. സൂവിൽ ആ കുട്ടികളെ ഒരുപാട് ഉപദ്രവിക്കുമെന്നും അവർക്ക് വേണ്ട പരിചരണം കിട്ടില്ലെന്നും ഒരുപക്ഷെ അവരെ സർക്കസിനടക്കം കൈമാറുമെന്നും അതിനവരെ അനുവദിക്കരുത്, താൻ നോക്കി വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എൽമ അങ്കിളിനോട് അപേക്ഷിച്ചു. ഒടുവിൽ എൽമയുടെ മനസ്സ് അങ്കിളിന് മനസ്സിലായി. എൽമയെ ചേർത്തു പിടിച്ച് താൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്നങ്കിൾ അവൾക്ക് വാക്കുകൊടുത്തു. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കൊപ്പം എൽമയുടെ നാളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ പിയാനോ പ്രാക്ടീസ് ചെയ്യും. കൃത്യമായൊരു ജോലിയൊന്നുമില്ല. എന്നിരുന്നാലും എൽമ ഒരുപാട് സന്തോഷവതിയായിരുന്നു. എൽമ അതിറ്റങ്ങളെ സ്നേഹിക്കുന്ന പോലെ എൽമയുടെ പ്രിയപ്പെട്ട മൊസാർട്ടും ഡ്രീമറും എൽമയെയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 2 കൊല്ലക്കാലം കടന്നുപോയി. ചെറിയ കുട്ടികളായിരുന്ന മൊസാർട്ടും ഡ്രീമറും അത്യാവശ്യം വലിപ്പം വെച്ചു. ഇടയ്ക്കിടയ്ക്ക് അങ്കിൾ ജോ മൊസാർട്ടിനും ഡ്രീമറിനുമുള്ള ഭക്ഷണവുമൊക്കെയായി എത്തുമെങ്കിലും അതുങ്ങളുടെ അടുത്തേക്ക് പോവാൻ അങ്കിൾ ജോ ഭയപ്പെട്ടിരുന്നു. മൃഗങ്ങൾ വളർന്നതോടെ അതുങ്ങൾ അപകടമാണെന്നും അതുങ്ങളെ ഒഴിവാക്കണമെന്നും അങ്കിള് പലപ്പോഴും എൽമയോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എൽമ അതുങ്ങളെ ഒഴിവാക്കാൻ തയ്യാറായിരുന്നില്ല. ആ ഐലൻഡിൽ തുടർന്ന് ജീവിക്കാനും അതുങ്ങളെ സംരക്ഷിക്കാനും എൽമ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ഒരമ്മയും മകളും നദിയിലൂടെ ആ ഐലൻഡിന്റെ ഭാഗത്തേക്ക് വന്നത്. കരയിൽ കുറച്ചധികം പൂക്കൾ കണ്ടതും ആ കുട്ടി അമ്മയോട് തനിക്ക് ആ പൂ പറിച്ചു തരാമോ എന്ന് ചോദിച്ചു. അമ്മ അതിന് തയ്യാറാവുകയാണ്. ഈ സമയം എൽമ തന്റെ മക്കളെയും കൊണ്ട് പുറത്ത് നടക്കാനിറങ്ങിയിരുന്നു. കരയിലേക്ക് ഇറങ്ങിയ സ്ത്രീയെയും കുട്ടിയെയും മൊസാർട്ട് കണ്ടിരുന്നു. ക്യൂരിയോസിറ്റി കൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങി. എൽമ ഇത് നോക്കിക്കണ്ടു. അപകടമായാലോ എന്ന് ചിന്തിച്ച് എൽമ ഓടിച്ചെല്ലുകയാണ്. പക്ഷേ പോകുന്ന വഴിയിൽ കാല് തട്ടി തലയിടിച്ചവൾ താഴെ വീണു. അവൾ ബോധരഹിതയായി. അപ്പോഴേക്കും അമ്മയും മകളും ബോട്ടിൽ കയറി പോയി കഴിഞ്ഞിരുന്നു. മൊസാർട്ടും ഡ്രീമറും എൽമ വീണത് കണ്ട് എൽമയുടെ അടുത്തെത്തി. എൽമയെ എഴുന്നേൽപ്പിക്കാൻ അവർ നോക്കിയെങ്കിലും എൽമയുടെ ബോധം തെളിയുന്നുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അവർ ഒച്ചയുണ്ടാക്കിയെങ്കിലും എവിടെ നിന്നും ഒരു സഹായം വന്നതേയില്ല. ഒറ്റപ്പെട്ട ഒരു ഐലൻഡാണല്ലോ, അങ്ങോട്ടേക്ക് ആര് വരാനാണ്? ഒടുവിൽ വീണുകിടന്ന എൽമയ്ക്ക് ചൂട് പകരാൻ അവർ എൽമയോട് ചേർന്നു കിടന്നു. അന്ന് രാത്രി മുഴുവൻ ആ മൃഗങ്ങൾ എൽമയ്ക്ക് കാവലിരുന്നിരുന്നു. എൽമയ്ക്ക് ചൂട് പകർന്നിരുന്നു. പിറ്റേന്ന് അങ്കിൾ എൽമയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എൽമയെ കണക്ട് ചെയ്ത് കിട്ടാതായതോടെ അങ്കിള് ബോട്ടെടുത്ത് എൽമയുള്ള ഐലൻഡിലേക്ക് പുറപ്പെട്ടു. ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എൽമയെയും എൽമയുടെ അടുത്തുള്ള മൃഗങ്ങളെയും അങ്കിള് കാണുകയാണ്. അങ്കിൾ ആദ്യം ചിന്തിച്ചത് മൃഗങ്ങൾ എൽമയെ ആക്രമിച്ചതാകുമെന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടൻ അങ്കിൾ റേഞ്ചർമാർക്ക് കോൾ ചെയ്തു. ബോട്ട് അടുത്തേക്ക് എത്തിയപ്പോഴാണ് എൽമ ബോധരഹിതയായി വീണുകിടക്കുകയാണെന്നും മൃഗങ്ങൾ എൽമയ്ക്ക് കാവലിരിക്കുകയാണ് എന്നും അങ്കിൾ മനസ്സിലാക്കുന്നത്. അങ്കിളിന് താൻ ചെയ്ത പ്രവൃത്തിയോർത്ത് കുറ്റബോധം തോന്നി. വൈകാതെ എൽമ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. റേഞ്ചേഴ്സ് എത്തി എൽമയുടെ പ്രിയപ്പെട്ട പെറ്റ്സിനെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തിരുന്നു. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ അങ്കിളിനോട് സംസാരിച്ചു. രാത്രി മുഴുവൻ എൽമയ്ക്ക് ആ മൃഗങ്ങൾ ചൂട് കൊടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയുണ്ടായി ഹൈപ്പോതെർമിയ സംഭവിച്ച് അവൾ മരണപ്പെടേണ്ടതായിരുന്നു. അനിമൽ കൺട്രോളുകാർ മൊസാർട്ടിനെ എത്തിച്ചത് വോൾഫ് പാർക്കിലേക്കായിരുന്നു. കൃത്യമായി പറഞ്ഞ ലില്ലി എന്ന ആ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക്. അവിടെ ആയിരുന്നല്ലോ സ്നോയും ഉണ്ടായിരുന്നത്. മൊസാർട്ടും സ്നോയും അവിടെ വെച്ച് മീറ്റ് ചെയ്തു. തന്റെ മകനെ തിരിച്ചു കണ്ട സന്തോഷം സ്നോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മറുവശത്ത് ഡ്രീമർ എന്ന ആ സിംഹക്കുട്ടി ഒരു സർക്കസുകാരനായിരുന്നു കൈമാറ്റം ചെയ്യപ്പെട്ടത്. അയാളാണെങ്കിലോ കുറച്ചധികം ക്രൂരനായ വ്യക്തിയായിരുന്നു. സർക്കസുകാരന്റെ മകൻ റഫയ്ക്ക് കുറച്ച് അനുകമ്പയൊക്കെ ഉണ്ട്, മനുഷ്യത്വമുണ്ട്, കൂട്ടത്തിൽ മൃഗസ്നേഹവും. അലൻ മൃഗങ്ങളെ മര്യാദ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അതുങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. റഫയാകട്ടെ മൃഗങ്ങളെ സാന്ത്വനിപ്പിക്കുകയും അതുങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ റഫ ഡ്രീമറുമായി കമ്പനിയായി. എല്ലാ ദിവസവും അവൻ വന്ന് ഡ്രീമറെ കാണാനും തുടങ്ങി. പക്ഷെ അധികം വൈകാതെ ഡ്രീമർക്ക് സെഡേഷനൊക്കെ കൊടുത്തുകൊണ്ട് ഡ്രീമറെ സർക്കസിൽ പെർഫോം ചെയ്യിപ്പിക്കാൻ ആരംഭിച്ചിരുന്നു. പാവം ഡ്രീമർ അവിടെ കഷ്ടപ്പെടുകയായിരുന്നു. ഐലൻഡിൽ സ്വസ്ഥമായി ജീവിച്ചിരുന്ന ഒരു മൃഗം അതിനെ കൊണ്ടുവന്ന് ഉപദ്രവിക്കുന്നു. അതിൻ്റെതായ ദേഷ്യവും പെരുമാറ്റവും ഒക്കെ ഡ്രീമറിൽ നിന്ന് വരാൻ തുടങ്ങിയിരുന്നു. എന്നിരുന്നാലും റഫ ഡ്രീമറെ സമാധാനിപ്പിച്ച് നിർത്തിക്കൊണ്ടിരുന്നു.
അങ്ങനെ ഒടുവിൽ എൽമയ്ക്ക് ബോധം തെളിഞ്ഞു. എഴുന്നേറ്റിയുടനെ തന്റെ മക്കളെപ്പറ്റി, തന്റെ പ്രിയപ്പെട്ട മൊസാട്ടിനെയും ഡ്രീമറെയും പറ്റി എൽമ അങ്കിളിനോട് ചോദിച്ചു. നടന്ന കാര്യങ്ങൾ ദുഃഖത്തോടെ അങ്കിൾ വിശദീകരിക്കുകയാണ്. എൽമയ്ക്കാകെ സങ്കടം തോന്നിയിരുന്നു. എന്തായാലും ഡിസ്ചാർജ് ആയ ഉടനെ തന്നെ തന്റെ പ്രിയപ്പെട്ട മൃഗങ്ങളെ കാണാൻ എൽമ പുറപ്പെട്ടു ചെന്നു. അനിമൽ ഷെൽട്ടറിലേക്ക് എത്തിയ അവൾക്ക് അവിടെ നിന്നും അവളുടെ പ്രിയപ്പെട്ട മൊസാട്ടിനെയും ഡ്രീമറിനെയും മറ്റിടങ്ങളിലേക്ക് മാറ്റി എന്ന വിവരമായിരുന്നു കിട്ടിയത്. അന്നവിടെ വലിയ രീതിയിൽ ഒച്ചയുണ്ടാക്കാൻ എൽമ ശ്രമിച്ചെങ്കിലും അങ്കിൾ അവളെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. എന്തായാലും ആ അനിമൽ കൺട്രോളിൽ നിന്ന് മൃഗങ്ങളെ കൊണ്ടുപോയിടത്തെ വിവരങ്ങൾ അങ്കിൾ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ വോൾഫ് പാർക്കിലെ എലിയുടെ നമ്പർ എൽമയ്ക്ക് കിട്ടുകയാണ്. എൽമ എലിയെ വിളിച്ച് സംസാരിച്ചു. മൊസാട്ട് അവിടെ സുരക്ഷിതനാണെന്നും സ്നോയ്ക്കൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു, കുഴപ്പമൊന്നുമില്ല എന്നിലെ അവളെ അറിയിച്ചപ്പോ എൽമയ്ക്ക് അല്പം ആശ്വാസം അനുഭവപ്പെട്ടു. പക്ഷേ അവർക്കും ഡ്രീമറെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നതിനെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. എൽമ ഡ്രീമറെ തിരയാൻ തുടങ്ങിയിരുന്നു. അടുത്തുള്ള സർക്കസുകളിലൊക്കെ പോയി ആളുകളുമായി സംസാരിച്ച് ഡ്രീമറെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന തരത്തിൽ എൽമ ശ്രമിച്ചു. പക്ഷേ എവിടെയും ഡ്രീമറെ കണ്ടുകിട്ടിയില്ല. ഡ്രീമറെ പറ്റി ഒരു വിവരം പോലും എൽമയ്ക്ക് ലഭിച്ചതുമില്ല. ഇതേസമയം മറുവശത്ത് ഡ്രീമറെ വേദിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയതോടെ അലൻ ഒരുപാട് പണം വന്നു നിറയാൻ ആരംഭിച്ചിരുന്നു. ഡ്രീമറും സ്റ്റാർലയൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഡ്രീമർ എന്ന പേര് ആർക്കും തന്നെ അറിവില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഡ്രീമർ ഉണ്ടായിരുന്ന സർക്കസ് ഗ്രൂപ്പ് വോൾഫ് പാർക്കിന്റെ അടുത്തൂടെ പാസ് ചെയ്യുകയാണ്. വോൾഫ് പാർക്കിനകത്തുണ്ടായിരുന്ന മൊസാട്ട് ആ സമയം ഡ്രീമറെ നേരിട്ട് കണ്ടു. കണ്ടയുടനെ മൊസാട്ട് ഡ്രീമറെ തിരിച്ചറിഞ്ഞിരുന്നു. മൊസാട്ട് ഒട്ടും മടിച്ചല്ല. അന്ന് തന്നെ തന്റെ കൂടിൽ നിന്ന് തുരന്ന് അവൻ പുറത്തു ചാടി. ഡ്രീമറെ കൊണ്ടുപോയ വഴിയിലൂടെ അവൻ ഓടിച്ചെന്നു. അടുത്ത ദിവസം മേലി പരിശോധിച്ചപ്പോ മൊസാട്ട് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്ന കാര്യം മേലിക്ക് മനസ്സിലായിരുന്നു. അത്രമേൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് മൊസാട്ട് രക്ഷപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല എന്തിനെയോ തിരഞ്ഞാണ് മൊസാട്ട് പോയിരിക്കുന്നത് എന്ന് മേലി മനസ്സിലാക്കി. ഇതേസമയം മറുവശത്ത് മൊസാട്ട് സർക്കസുകാർ പുതുതായി തമ്പടിച്ചിടത്തേക്ക് എത്തിയിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു കയറിയവൻ വിദഗ്ധമായി ഡ്രീമറിന്റെ കൂട് തുറന്ന് ഡ്രീമറിനെ മോചിപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ആ കൂടിച്ചേരൽ അത്രമേൽ സന്തോഷം നിറഞ്ഞതായിരുന്നു. ഓടി രക്ഷപ്പെട്ട അവർ മതിയാവുന്നിടത്തോളം റോഡിൽ വെച്ച് സന്തോഷം പങ്കിട്ടു, ഒന്നിച്ചു കളിച്ചു. ഡ്രീമർ രക്ഷപ്പെട്ട വിവരമറിഞ്ഞ അലന് ദേഷ്യം കനത്തിരുന്നു. തന്റെ തോക്കെടുത്ത് ഡ്രീമറിന് പിന്നാലെ പോവാൻ അലൻ തീരുമാനിച്ചു. റഫ അലനെ തടയാൻ ശ്രമിച്ചെങ്കിലും അലൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇതേസമയം മറുവശത്ത് തന്റെ കൂട്ടുകാരനിൽ നിന്ന് ഏലിയും വിവരമറിയുകയാണ്. ഒരു സിംഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് മൊസാട്ട് അവിടെ നിന്ന് ചാടിപ്പോയതെന്ന് ഏലിക്ക് വലിയ കൗതുകം തന്നെ തോന്നി. രണ്ടു മൃഗങ്ങളും നിലവിൽ പബ്ലിക്കിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയ എലി എൽമയെ കാണാനായി പുറപ്പെട്ടു ചെന്നു. നടന്ന കാര്യങ്ങൾ എൽമയോട് വിശദീകരിച്ചു പറഞ്ഞു. നിലവിലിപ്പോൾ രണ്ടു മൃഗങ്ങളും സ്വതന്ത്രരായി ടൗണിലൂടെയും മറ്റും നടക്കുകയാണെന്നും അതോറിറ്റീസും ഹണ്ടേഴ്സും അതുകൊണ്ട് തന്നെ അതുങ്ങൾക്ക് പിന്നാലെ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്, എങ്ങനെയും അതിനെ സംരക്ഷിക്കണം എന്നേലി എൽമയോടായി പറഞ്ഞു. എൽമ അതൊക്കെ കേട്ട് വല്ലാതെ വറീഡായിരുന്നു. പിന്നാലെ ഏലി കാര്യങ്ങൾ വിശദീകരിച്ചു. മൊസാട്ടിന്റെ ശരീരത്തിൽ തങ്ങൾ ട്രാക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കണക്ഷൻ കുറവായതുകൊണ്ട് അതുങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായി അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ മൃഗങ്ങൾ ഏറ്റവും ഒടുവിൽ കാണപ്പെട്ടത് അവിടെ അടുത്തുള്ള കാട്ടിലാണ്. നമുക്കങ്ങോട്ടേക്ക് തിരഞ്ഞു പോയാലോ? ഏലിയുടെ വാക്കുകൾ കേട്ട് എൽമ അതിന് തയ്യാറായി. അവരിരുവരും മൊസാട്ടിനെയും ഡ്രീമറെയും അന്വേഷിച്ചിറങ്ങി. ഇതേസമയം മറുവശത്ത് മൃഗങ്ങൾ തെരുവിലൂടെ അലയുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ അവരൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് വരെ കയറി അവിടുത്തെ ഭക്ഷണമൊക്കെ എടുത്തു കഴിക്കുകയും ഒക്കെ നിരത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അതോറിറ്റീസും സ്വാറ്റ് ടീമും അടക്കം മൃഗങ്ങളെ പിടികൂടാൻ രംഗത്തിറങ്ങിയിരുന്നു. മൃഗങ്ങളെ കണ്ടാൽ കണ്ടയിടത്ത് വെടിവെച്ചു കൊല്ലാനുള്ള പെർമിഷൻ വരെ എല്ലാവർക്കും നൽകപ്പെട്ടു. അങ്ങനെ മൃഗങ്ങൾ ഫോറസ്റ്റിലേക്ക് തന്നെ തിരികെയെത്തി. മൃഗങ്ങളെ തിരികെ വന്ന അലനും റഫയും ഒടുവിൽ ഡ്രീമറുടെ മുമ്പിലേക്ക് എത്തപ്പെടുകയാണ്. ഡ്രീമറെ കണ്ടതും ഡ്രീമറെ വെടിവെച്ചിടാനായി അലൻ തോക്ക് ചൂണ്ടി. പക്ഷേ മൊസാട്ട് അത് കണ്ടു. മൊസാട്ട് അലനെ തടയാൻ ശ്രമിച്ചതും മൊസാട്ടിന്റെ ശരീരത്തിൽ വെടിയുണ്ട പതിച്ചു. മൊസാട്ട് താഴെ വീണു. ഒരു ട്രാങ്കുലൈസർ, അതായത് മയക്കുവെടിയായിരുന്നു അലൻ വെക്കാൻ ഉദ്ദേശിച്ചത്. സിംഹത്തിനുള്ള മയക്കുവെടി ഒരു ചെന്നായക്കേറ്റാൽ എന്താണ് സംഭവിക്കുക? ഡോസ് കൂടുതൽ കാരണം അതപ്പോൾ തന്നെ ബോധം കെട്ട് താഴെ വീഴും. അതായിരുന്നു മൊസാട്ടിന്റെ കാര്യത്തിലും സംഭവിച്ചത്. ഡ്രീമർ ശബ്ദം കേട്ടതും അകത്തേക്ക് വലിഞ്ഞു. കൂടെയുണ്ടായിരുന്ന റഫ അത് കണ്ട് വറീഡായി. റഫ ഓടിവന്ന് ഇഞ്ചക്ഷൻ സൂചി മൊസാട്ടിൽ നിന്ന് മാറ്റുകയും മൊസാട്ടിന്റെ വായിലേക്ക് മറുമരുന്ന് ഇട്ടുകൊടുക്കുകയും ചെയ്തു. പിന്നാലെ മൊസാട്ടിന്റെ കഴുത്തിലുണ്ടായിരുന്ന ട്രാക്കിംഗ് ഡിവൈസ്
സർപ്രൈസ് അഴിച്ചെടുത്ത് അലനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് അലനും റഫയും ചേർന്ന് അടുത്തുള്ളൊരു റെസ്റ്റോറന്റിലേക്ക് പോയിരുന്നു. അവരവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് റഫ എടുത്തുകൊണ്ട് വന്നിരുന്ന ട്രാക്കർ ട്രാക്ക് ചെയ്ത് എൽമയും മേലിയും എത്തി. അലൻ അവരോട് തന്റെ പക്കൽ ട്രാക്കർ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. റഫയും അപ്പോഴൊന്നും മിണ്ടിയില്ല. അവർ പോയതും ബാത്റൂമിൽ പോവാൻ എന്ന് പറഞ്ഞ് റഫ താഴെ ഇറങ്ങി പുറത്തേക്ക് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പിന്നാലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അവരെയും കൂട്ടിക്കൊണ്ട് റഫ തന്നെ നേരെ ആ കാട്ടിലേക്ക് പോയി. മൊസാട്ട് വീണുകിടന്നയിടം അവരെ കാണിച്ചു കൊടുത്തു. പക്ഷെ അവിടെ അപ്പോൾ മൊസാട്ട് ഉണ്ടായിരുന്നില്ല. ഈ സമയം അവരുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഡ്രീമർ വരികയാണ്. എൽമയെ കണ്ടതും ഡ്രീമർ സന്തോഷം പ്രകടിപ്പിച്ചു. എൽമ ഡ്രീമറിനെ പിന്തുടർന്നു. ഡ്രീമർ എത്തിച്ചേർന്നത് പണ്ടെൽമ അവരെ കൊണ്ടുപോയിട്ടുള്ള ആ ചെറിയ ഹട്ടിലേക്കായിരുന്നു. അവിടെ ഹട്ടിനകത്ത് മൊസാട്ട് കിടപ്പുണ്ടായിരുന്നു. മയക്കത്തിൽ നിന്നുണർന്ന് അവനൽപ്പം ഉഷാറായി വന്നു തുടങ്ങിയിരുന്നു. എൽമയെ കണ്ടതും മൊസാട്ട് സന്തോഷം പ്രകടിപ്പിച്ചു. ഇതേ സമയം ആ കാടിന്റെ പുറത്തേക്ക് റേഞ്ചേഴ്സും സ്വാറ്റ് ടീമും വന്നെത്തുകയായിരുന്നു. ഇനിയും മുമ്പിലേക്ക് പോയാൽ തന്റെ മൃഗങ്ങൾ കൊല്ലപ്പെടും എന്നെൽമയ്ക്ക് മനസ്സിലായി. ആ കാടിന്റെ മറുവശത്താണ് നദിയുള്ളതും നദിക്കപ്പുറമാണ് എൽമയുടെ ഐലൻഡ് ഉള്ളതും. ഒരു സീക്രട്ട് പാതയിലൂടെ നദിക്കരയിലേക്ക് എൽമ തന്റെ പ്രിയപ്പെട്ട പെറ്റ്സിനെ എത്തിച്ചു. അവിടെ നിന്ന് നദി നീന്തിക്കടക്കാനായി അവരോട് പറഞ്ഞു. മൊസാട്ട് നീന്തിക്കടക്കാൻ ഇറങ്ങിയെങ്കിലും എൽമ ഇറങ്ങിയെങ്കിലും ഡ്രീമർ മടിച്ചു നിന്നിരുന്നു. ഡ്രീമറെ കൺവിൻസ് ചെയ്യിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ എൽമ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഡ്രീമർ തയ്യാറായില്ല. ഡ്രീമർ പിന്നിലേക്ക് തിരിഞ്ഞ് കാടിനകത്തേക്ക് നടന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ എൽമയും നീന്തി മറുവശത്തെ ഐലൻഡിലേക്ക് പോവുകയാണ്. ഈ സമയം ഡ്രീമർ കയറിപ്പോയ കാടിനകത്ത് നിന്ന് ഒരു വെടിയൊച്ച കേട്ടിരുന്നു. ഡ്രീമറിന് വല്ലതും പറ്റിക്കാണുമോ എന്നോർത്ത് എൽമ സങ്കടപ്പെട്ടു. എൽമ ഐലൻഡിലേക്ക് എത്തി ഡ്രീമറെ ഓർത്ത് കരയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ഡ്രീമർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കാടിനകത്തേക്ക് ഡ്രീമർ പോയത് അവരെ പിന്തുടർന്നു വന്ന സ്വാറ്റ് ടീമിനെയും വേട്ടക്കാരെയും വഴിതെറ്റിക്കാനും വഴിതിരിച്ചു വിടാനും വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്രീമർ എൽമയുടെ അടുത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഡ്രീമർ തിരികെ എത്തിയതും എല്ലാവരും തന്നെ സന്തോഷിച്ചു. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് എൽമ കുറച്ച് ആളുകൾക്കായി ഒരു പിയാനോ കൺസേർട്ട് സംഘടിപ്പിച്ചു. പ്രത്യേകിച്ചും തടവിൽ കഴിയുന്ന വൈൽഡ് അനിമൽസിനെ സംരക്ഷിക്കണം എന്ന തീമിലായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പെർഫോമൻസ് എൽമ സംഘടിപ്പിച്ചത്. എൽമ ആ പെർഫോമൻസ് സംഘടിപ്പിക്കുമ്പോൾ എൽമയുടെ ഐലൻഡിലെ കാട്ടിൽ മൊസാട്ടും ഡ്രീമറും സന്തോഷത്തിൽ കളിച്ചു ചിരിക്കുകയായിരുന്നു. എൽമയ്ക്കൊപ്പം എൽമയുടെ പ്രിയപ്പെട്ട പെറ്റ്സ് എപ്പോഴും ഉണ്ടാകും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.